കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഇരുമ്പ് കൈവരിയിലേക്ക് വരച്ച സീബ്ര ലൈൻ മൂലം മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ കാൽനടയാത്രക്കാർ കെണിയിൽ. റോഡ് മുറിച്ചു കടന്നെത്തുന്ന കാൽനടയാത്രക്കാർ കൈവരിക്ക് ചുറ്റും കറങ്ങി വേണം നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ PO ജംഗ്ഷനിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ പൂർണ്ണമായും അവതാളത്തിലാക്കിക്കൊണ്ട് ട്രാഫിക് ക്രമീകരണങ്ങളിൽ ഗുരുതര വീഴ്ച. റോഡ് മുറിച്ചു കടക്കാൻ ആളുകൾ ആശ്രയിക്കുന്ന സീബ്ര ക്രോസിംഗ് അവസാനിക്കുന്നത് റോഡരികിലെ ഇരുമ്പ് കൈവരികളിലേക്കാണ്. വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ കൈവരികൾ കാരണം സീബ്ര ലൈൻ വഴി നടന്നു വരുന്നവർക്ക് നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെ റോഡ് മുറിച്ചു കടന്ന കൈവരിക്ക് ചുറ്റും കറങ്ങി വീണ്ടും തിരക്കേറിയ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. 3 പ്രധാന റോഡുകൾ സംഗമിക്കുന്ന PO ജംഗ്ഷനിൽ എപ്പോഴും വാഹനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. 3 ഭാഗത്തു നിന്നും സിഗ്നൽ കടന്ന വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ റോഡ് മുറിച്ചു കടക്കുന്നത്. കൈവരികളുള്ള ഭാഗത്തേക്ക് സീബ്ര ലൈൻ അശാസ്ത്രീയമായി വരച്ചു ചേർത്ത അധികൃതരുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നഗരഹൃദയത്തിലെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം സീബ്ര ക്രോസ് ലൈനിൽ ഇങ്ങോട്ട് കടക്കുന്നതിന് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അതുമൂലം ആളുകൾക്ക് വന്ന് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സിഗ്നൽ ജംഗ്ഷൻ കൂടിയാണ്. ഇവിടെ സിഗ്നൽ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ഈ നിർമ്മാണം ആളുകൾ അവിടെ നിന്ന് തപ്പിത്തടഞ്ഞാണ് വന്നിങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ക്രോസ് ബാർ വെച്ചേക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഫുട്പാത്തിലേക്ക് കടക്കാനാവുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. കൂടാതെ ഇവിടെ ഈ യൂട്ടേൺ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ തിരക്കുള്ള റോഡിൽ യൂട്ടേൺ ഇവിടെ വണ്ടി ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനാണ് വരച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഈ കൈവരി വച്ചിരിക്കുന്ന കാരണം പിള്ളേർക്ക് നടക്കുന്നതിന് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. റോഡിലിറങ്ങി നടക്കണം. വണ്ടി ചീറിപ്പാഞ്ഞാണ് വരുന്നത്. യൂട്ടേൺ തിരിച്ചും അല്ലാതെയും ഫുട്പാത്തിലേക്ക് കയറി നടക്കാൻ പറ്റില്ല. അപകടങ്ങൾ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അപകടങ്ങൾ നടന്നു. കൈവരി ഉള്ളതുകൊണ്ട് അപകടം ഉണ്ടാവില്ല. പക്ഷെ ആളുകൾക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ഫുട്പാത്തിലേക്ക് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഈ ഗുരുതരമായ ട്രാഫിക് വീഴ്ച പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ സംയുക്തമായ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.